ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് കേരള ഹിസ്റ്ററി. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി. ഒരു പുതിയ സമൂഹത്തിലേക്ക് 19ഉം 20ഉം നൂറ്റാണ്ടുകളുടെ ഉണ്ടായിട്ടുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മാറ്റം, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതായത് കേരളത്തിൽ 18ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്നിരുന്ന പരമ്പരാഗതമായ സാമൂഹിക ജീർണതകൾക്കെതിരെ ശക്തമായിട്ട് പടപൊരുതിയ ഒരു കൂട്ടം നവോത്ഥാന നായകന്മാരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏതൊക്കെ രീതിയിലാണ് അവരിത്തരം നീചമായ സാമൂഹിക ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതായത് കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിക്കാരായ നായർ, അതുപോലെ ബ്രാഹ്മണ, ക്ഷത്രിയ ജാതികൾ, താഴ്ന്ന ജാതിക്കാരെ അവർക്കൊരു തരത്തിലുള്ള പദവികളും അനുവദിച്ചു കൊടുക്കാതെ, അതായത് മാപ്പിളമാർ, ഈഴവർ തുടങ്ങിയവർ, ഇവർ തുടങ്ങിയ കുടിയാൻ വർഗത്തെ അടിച്ചമർത്തി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഭരണാധികാരികളും മേധാവികളും ഈ ജന്മികൾക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹമായിരുന്നു. അക്കാലത്ത് തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജാവിൻ്റെ കൈകളിൽ അധികാര കേന്ദ്രീകരണവും മലബാറിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ബ്രാഹ്മണ, ക്ഷത്രിയ, നായർ തുടങ്ങിയ ഉയർന്ന ജാതിക്കാർ ധാരാളം പദവികൾ അനുഭവിക്കുകയും താഴ്ന്ന ജാതിക്കാരെ നിഷ്കരണം അവർ ചൂഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ കുറേ സമരങ്ങൾ നടന്നു. കുറേയധികം നവോത്ഥാന നായകന്മാർ രംഗത്ത് വന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വരുന്നത് ഡ്രസ് കോഡ് അജിറ്റേഷനാണ്. ഹിന്ദുക്കളിലെ ഉയർന്ന വിഭാഗങ്ങൾ ആസ്വദിച്ചിരുന്ന വസ്ത്രധാരണത്തിൻ്റെ അതേ അവകാശങ്ങൾ ആർക്കും കിട്ടണം, താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ ഷാനാർ വിഭാഗക്കാർക്ക് കിട്ടാൻ വേണ്ടി നടന്ന ഒരു സമരമായിരുന്നു ഡ്രസ് കോഡ് അജിറ്റേഷൻ. അതായത് ഇതിനെ മുലവസ്ത്ര സമരമെന്നും മേൽമുണ്ട് സമരമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ ക്രിസ്ത്യൻ മിഷണന്മാരുടെ ഒരു സപ്പോർട്ടും കൂടി കിട്ടി. കാരണം എന്താണ്? ഷാനാർ വിഭാഗത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ ശബ്ദമുയർത്തി. ഇവരുടെ കലാപങ്ങൾ ക്രമസമാധാനത്തിന് ഒരു തടസ്സമായി മാറിയപ്പോൾ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി അതിനെ നിയന്ത്രിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കേണൽ മൺട്രോയുടെ ദിവാൻഷിപ്പിൻ്റെ കാലത്ത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഷാനാർ സ്ത്രീകൾക്ക് അവരുടെ ശരീരം ജാക്കറ്റ് അഥവാ കുപ്പായം കൊണ്ട് മറയ്ക്കാൻ അനുവദിച്ചുകൊണ്ട് രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിൽ അവർ തൃപ്തമായില്ല. കാരണം ജാക്കറ്റ് മാത്രമല്ല, ഉയർന്ന ജാതിക്കാർ ധരിക്കുന്ന ഡ്രസ്സ് ഞങ്ങൾക്കും ധരിക്കണമെന്ന് അവർ ശക്തമായിട്ട് വാദിച്ചു. അതായത് ഹിന്ദു സ്ത്രീകളെ പോലെ തന്നെ തോളിലൊരു സ്കാർഫും ധരിച്ച് പൊതുവേദിയിൽ അവർ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു നടപടിയാണ്, ഷാനാർ സ്ത്രീകളുടെ ഈ ഒരു നടപടിയാണ് അവർക്കെതിരെ ഹിന്ദുക്കളുടെ ആക്രമണത്തിന് കാരണമായിട്ടുള്ളത്. ഈ ഒരു പ്രക്ഷോഭം 1859 ജൂലൈ 26 ഒരു രാജകീയ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചു. ഈ ഒരു പ്രഖ്യാപനം അനുസരിച്ച് ഷാനാർ സ്ത്രീകൾക്ക് അവരുടെ മുകൾ ഭാഗം മറയ്ക്കാനുള്ള കാര്യത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഇല്ലാതെയാക്കി. ഇപ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണം അനുകരിക്കരുത് എന്ന നിബന്ധന നിലവിലുണ്ടായിരുന്നു. അതായത് അതുവരെ ഉണ്ടായിരുന്ന, അതായത് ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ അവർ അനുകരിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു വിളംബരത്തോടു കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു പുതിയ ഇത് കൊണ്ടുവന്നു. അതായത് ഉയർന്ന ജാതിക്കാരെ പോലെ തന്നെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഷാനാർ സ്ത്രീകൾക്ക്, താഴ്ന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്കും അനുവദിക്കപ്പെട്ടു. ഇതാണ് ഈ ഡ്രസ് കോഡ് അജിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് കല്ലുമാല അജിറ്റേഷനാണ്. ചില ആഭരണങ്ങൾ ഉപേക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് കല്ലുമണി ശൃംഖല സമരം നടത്തി. 1915 കല്ലുമാല അജിറ്റേഷൻ നടന്നത്. തൊട്ടുകൂടാത്ത അടിമജാതിയിൽപ്പെട്ട പുലയ സ്ത്രീകൾ ഈ ഒരു സമരത്തെ ഒരു
പ്രസ്ഥാനമാക്കിയിട്ട് മാറ്റുകയാണുണ്ടായത്. അപ്പോൾ കല്ലുമാല പുലയ സ്ത്രീകളുടെ ഒരു സാധാരണ ആഭരണമായിരുന്നു. അതേസമയം സ്വർണവും വെള്ളിയും ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളെ വേർതിരിച്ച് നിർത്തിയ ഒരു ഘടകവുമായിരുന്നു. അപ്പോൾ ഉയർന്ന ജാതിക്കാരായ സ്ത്രീകൾ ധരിക്കുന്ന ലോഹങ്ങൾ, സ്വർണം വെള്ളി പോലുള്ള ലോഹങ്ങൾ തങ്ങൾക്കും ധരിക്കാൻ അവകാശമുണ്ട് എന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു സമരമായിരുന്നു ഇത്. ഇവരെ ധരിക്കാൻ ആഗ്രഹിച്ചതിനെതിരെ തന്നെ സവർണർ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതായത് ഉന്നത ജാതിക്കാർ, അതായത് തങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് ലഭിച്ചിട്ടുള്ള കല്ലുമാലയ്ക്ക് പകരമായിട്ട് ഒന്നും തന്നെ ധരിക്കാൻ അവർ ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം സവർണരുടെ ശക്തമായിട്ട് എതിർപ്പുമുണ്ട്. എന്നാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം മധ്യവർഗക്കാർ പുലയ സ്ത്രീകളെ അടിമത്തത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള പരമ്പരാഗത ആഭരണങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ പരമ്പരാഗത ആഭരണങ്ങളെ അടിമകളുടെ ചങ്ങലയുടെ അവശിഷ്ടങ്ങളായിട്ട് കാണാൻ അവർ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഭൂവുടമകൾ, അതായത് ഉന്നതജാതിക്കാരായിട്ടുള്ളവർ അതിനെ തടഞ്ഞു നിർത്തി. അതിനുശേഷം കൊയിലോൺ ജില്ലയിലെ പെരിനാട്ടിലെ പുലയ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ ആഭരണങ്ങൾ ഉപേക്ഷിക്കാൻ ധൈര്യം നൽകിക്കൊണ്ട് ഒരു പ്രമുഖ നവോത്ഥാന നായകൻ മുന്നോട്ട് വന്നു. അദ്ദേഹമാണ് അയ്യങ്കാളി. അപ്പോൾ ഈ പെരിനാട്ടിലും സമീപ ഗ്രാമങ്ങളിലും 1915 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ സ്ത്രീകൾ പരമ്പരാഗതമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ചു. 1915 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ. 1915 ഡിസംബർ 21 പെരിനാട്ടിൽ അയ്യങ്കാളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മറ്റുള്ളവരെ പോലെ തങ്ങളും മറ്റ് ആഭരണങ്ങൾ അണിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുലയ സ്ത്രീകൾ തങ്ങളുടെ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞു. ഈ ഒരു സമരത്തെയാണ് കല്ലുമാല അജിറ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് സ്വയം ഉറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ മോചിപ്പിക്കാനുള്ള, അതായത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ പിഴുതെറിയാനുള്ള ഒരു സമരം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതാണ് കല്ലുമാല അജിറ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ആണ്, മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അതായത് 20-ാം നൂറ്റാണ്ട് ആദ്യ ദശകങ്ങളിൽ കേരളത്തിൽ ശക്തമായ സാമൂഹ്യ പരിഷ്കാരങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഉയർന്ന ജാതിക്കാരിലും ഈ ഒരു പരിഷ്കാരം, സാമൂഹിക നവോത്ഥാനം ഉണ്ടായി. ബ്രാഹ്മണരും ക്ഷത്രിയരും മറ്റു ഉയർന്ന ജാതിക്കാരും ഈ ഒരു പ്രസ്ഥാനത്തെ, അതായത് നവോത്ഥാനത്തിന് വേണ്ടി അവർ ശ്രമിച്ചു. രാമകൃഷ്ണ മിഷൻ, തിയോസഫിക്കൽ സൊസൈറ്റി, ആര്യ സമാജം തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ ജാതി വ്യവസ്ഥയുടെ തിന്മകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു അവബോധമുണ്ടാക്കാൻ സഹായിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ ഇങ്ങനെയുള്ള മഹാന്മാരുടെ സേവനങ്ങൾ ഈ ഒരു നവോത്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തി. അതിലേറ്റവും പ്രമുഖനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ഒരു നായർ കുടുംബത്തിൽ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ്റെ മകനായിക്കൊണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ബ്രാഹ്മണർ കുത്തകാവകാശം ആസ്വദിച്ചിരുന്ന നിലവിലുള്ള സാമൂഹിക ക്രമത്തിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് കലാപം നടത്തി. നായർ, ഈഴവർ തുടങ്ങിയ പ്രധാന ഹിന്ദു സമൂഹത്തിൽ അവരുടെ നിയമപരമായ പങ്ക് വഹിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനം പ്രധാനമായും നായർ സമുദായത്തിൻ്റെ അണികളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കിടയിൽ ഒരു സാമൂഹിക ഉണർവ് ബ്രാഹ്മണരേതര ജാതികൾക്ക് പ്രചോദനമാകുമെന്നും വലിയ സാമൂഹിക മാറ്റത്തിന് കാരണമാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമൂഹികവും മതപരവുമായ പരിഷ്കർത്താവ് എന്ന നിലയിൽ നായന്മാരുടെ സാമൂഹിക അവബോധം ഉണർത്താനും അവരുടെ അണികളിലേക്ക് കടന്നു വന്ന സാമൂഹിക തിന്മകൾക്കെതിരെ പടപൊരുതാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഇനി അടുത്തത് വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. 1852 മുതൽ 1929 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ സിദ്ധാശ്രമത്തിൻ്റെ സ്ഥാപകനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. അതായത് ഹിന്ദുക്കൾ അനുഷ്ഠിച്ചിരുന്ന വേലിക്കെട്ടുകൾ, തപസ്, തീർത്ഥാടനം, വിഗ്രഹാരാധന ഇവയൊക്കെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. അഹിംസ, സമാധാനം, വിജ്ഞാന സമ്പാദനം, സാമൂഹിക സമത്വം, സന്തോഷം മുതലായവ മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം തുടങ്ങിയ തൻ്റെ കൃതികളിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്.
ഇത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്വാമി വാഗ്ഭടാനന്ദയെക്കുറിച്ചാണ്. 1885 മുതൽ 1939 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. വടക്കേ മലബാറിലെ കുത്തുപറമ്പിനടുത്തുള്ള വയലൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ആധുനിക കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പരസ്പര ധാരണ, പരസ്പര സ്നേഹം, സമാധാനം, സഹവർത്തിത്വം എന്നിവയെക്കുറിച്ചുള്ള തൻ്റെ അധ്യാപനങ്ങൾ അദ്ദേഹം അത് പ്രചരിപ്പിക്കാൻ വേണ്ടി 1917 അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. തൻ്റെ ആദർശങ്ങളെ ജനകീയമാക്കാൻ അഭിനവ കേരളം എന്ന പേരിൽ ഒരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1920 അദ്ദേഹം ആത്മവിദ്യാകാഹളം എന്ന ഒരു ദിനപത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ജാതി തടസ്സങ്ങളെയും വിഗ്രഹാരാധനകളെയും അദ്ദേഹം അപലപിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആചാരങ്ങൾ പാലിക്കാൻ അതായത് യഥാർത്ഥ ഹൈന്ദവ ആചാരങ്ങളെ പാലിക്കാൻ, അതായത് ജാതി ആചാരങ്ങളൊക്കെ ഒഴിവാക്കി യഥാർത്ഥ ഹൈന്ദവതയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം തൻ്റെ അനുയായികളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ്. 1809 മുതൽ 1851 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹത്തെ മുത്തുക്കുറ്റിസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വാമി തോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പുരോഗമനപരമായ സാമൂഹിക വീക്ഷണമുള്ള ഒരു നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം. 1836 അവർണരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും സംസ്ഥാന ഭരണത്തിലെ പോരായ്മകൾക്കും വീഴ്ചകൾക്കുമെതിരെ പോരാടുന്നതിന് വേണ്ടി സമത്വ സമാജം എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിച്ചു. ബ്രാഹ്മണരെയും അവർ പരിപാലിക്കുന്ന ക്ഷേത്രത്തെയും സ്വാമികൾ നിഷിദ്ധമായി വിമർശിച്ചു. ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ വില കൂടിയ ആചാരങ്ങളും ചടങ്ങുകളും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. താഴ്ന്ന ജാതിക്കാർ അവരുടെ അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പിശാച് ആരാധനയ്ക്കെതിരെയും മൃഗബലിക്കെതിരെയും അവരെ ഉപദേശിച്ചു. അങ്ങനെ താഴ്ന്ന ജാതിക്കാർ സ്വാമികളെ ഒരു രക്ഷകനായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതീക്ഷ നടത്തി ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടം നടത്തിയ ഒരു പ്രമുഖ നവോത്ഥാന നായകനായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു. മനുഷ്യന് വേണ്ടി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അദ്ദേഹത്തിൻ്റെ ലളിതമായ സന്ദേശം ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഏകത്വം എന്ന ആ ഒരു സങ്കല്പത്തെ വീണ്ടും പുനർവ്യാഖ്യാനം ചെയ്യുന്നതായിരുന്നു. 1903 ശ്രീനാരായണ ഗുരു തൻ്റെ തത്വചിന്തയുടെ പ്രചാരണത്തിനായി SNDP യോഗം എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ദേശീയതയുടെ പുനരുജ്ജീവനത്തിന് ഗുരു പങ്കുവച്ചു. വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. അദ്വൈതം അംഗീകരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. അപ്പോൾ സംഘാടനത്തിലൂടെ ശക്തിയും വിദ്യാഭ്യാസത്തിലൂടെ സ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ അദ്ദേഹം ദുർബലരോടും കീഴാളരോടും ആഹ്വാനം ചെയ്തു. സംഘാടനത്തിലൂടെ ശക്തിയും വിദ്യാഭ്യാസത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് പിന്നിലെ കരുത്തിൻ്റെ ഗോപുരമായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ വ്യക്തിപരമായി പരിശീലിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അധസ്ഥ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് മതപരിവർത്തനം ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കിയ കുമാരനാശാൻ സാമൂഹിക വിമോചനത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഗുരു തുടങ്ങിവെച്ച സാമൂഹിക വിപ്ലവം ഒരു വലിയ ശക്തിയായിട്ട് വികാസം പ്രാപിക്കാനുണ്ടായത്. ഇനി അരുവിപ്പുറം കോൺസിക്രേഷൻ ബൈ ശ്രീനാരായണ ഗുരു. 1888 അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അതായത് വിഗ്രഹങ്ങളെ ഉയർന്ന ജാതിക്കാരുടെ ദൈവങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന, അവരുടെ അവകാശമായി കണക്കാക്കിയിരുന്ന കാലത്ത് താഴ്ന്ന ജാതിക്കാർക്കും ദൈവത്തെ ആരാധിക്കാൻ അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം നെയ്യാർ നദിയിൽ നിന്ന് പാറയിട്ട് അരുവിപ്പുറത്ത് ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു ബ്രാഹ്മണരുടെ പ്രതിഷ്ഠാ പാരമ്പര്യത്തെ അദ്ദേഹം അവിടെ ധിക്കരിക്കുകയാണ് ചെയ്തത്. അത് എല്ലാ ജാതിക്കാർക്കും ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അപ്പോൾ ജാതി കാഠിന്യത്തിലും സവർണ ആധിപത്യത്തിനുമെതിരെ പോരാടാനുള്ള താഴ്ന്ന ജാതിക്കാരുടെ സ്വയം നിർണയത്തെ കാണിക്കുന്നതായിരുന്നു ഈ ഒരു ശിവപ്രതിഷ്ഠ. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ വ്യവസ്ഥിതിയെ പിഴുതെറിയുന്നതിനും വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ അരുവിപ്പുറത്തിൻ്റെ തുടർച്ചയായിട്ട് ഗുരു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അവിടെ താഴ്ന്ന ആളുകൾക്ക് അനുവാദമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായ 20-ാം നൂറ്റാണ്ടിലെ വൈക്കം സത്യാഗ്രഹങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അരുവിപ്പുറത്ത് നടന്ന ശിവക്ഷേത്ര നിർമ്മാണം പ്രചോദനമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ കാലത്ത് തന്നെ അയ്യങ്കാളി സമൂഹത്തിലെ ഏറ്റവും കീഴാളരും മതസ്ഥരുമായ കേരളത്തിലെ പുലയരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു.
തൻ്റെ പുരുഷന്മാരെ ആത്മാഭിമാനമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചു. 1893 തിരുവനന്തപുരത്തെ പൊതുവഴിയിലൂടെ ആഡംബര കാളവണ്ടിയിൽ വില്ലുവണ്ടി യാത്ര ചെയ്ത് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പുലയർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. പുലയർക്ക് സർക്കാർ സ്കൂളിലെ പ്രവേശനം നേടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ശ്രമം. അതിനുവേണ്ടി ഉയർന്ന ജാതിക്കാരോട് അദ്ദേഹം വെല്ലുവിളിച്ചു. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ വളരും, അതായത് ഞങ്ങൾ പണിയെടുക്കില്ല എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അയ്യങ്കാളി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചു. ഇപ്പോൾ കർഷകർക്കും തൊഴിലാളികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം വാദിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം സർക്കാർ പുലയ സമുദായത്തിൻ്റെ സൗജന്യ വിദ്യാഭ്യാസം, സർക്കാർ സർവീസിൽ ജോലി, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവ അനുവദിച്ചു. അപ്പോൾ വിദ്യാഭ്യാസത്തിലെ പുരോഗതി ഉയർന്ന ജാതി ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ മാത്രമല്ല, ഈഴവ, പുലയ തുടങ്ങിയ പിന്നോക്ക സമുദായങ്ങളെയും സ്വാധീനിച്ചു. 1891 പുലയരുടെയും ഈഴവരുടെയും സാക്ഷരത യഥാക്രമം 0.09 1.57%. ഇത് 1941 യഥാക്രമം 17 46.5% ഉയർന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവരുടെ ഉന്നമനത്തിനായി ഒരു പുതിയ സംഘടനകൾ രൂപീകരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുലയ സമുദായത്തിൻ്റെ സാമൂഹിക വിമോചനത്തിന് വേണ്ടി 1905 അയ്യങ്കാളി SNDP എന്ന ഒരു സംഘടന, ആ ഒരു SNDP യോഗത്തിൻ്റെ ഭാഗമായിട്ട് സാധുജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. 1911 ഡിസംബറിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ താഴ്ന്ന ജാതിക്കാരുടെ പ്രതിനിധിയായിട്ട് സർക്കാർ അദ്ദേഹത്തെ നിയമിച്ചു. ഇവിടെ നിലവിലുള്ള വരികൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്, അതുകൊണ്ടാണ് ഇവിടെ വായിക്കാതെ ഒഴിവാക്കി പോയത്. ഇനി വരുന്നത് വില്ലുവണ്ടി അജിറ്റേഷനാണ് അയ്യങ്കാളിയുടെ. 1865 തിരുവിതാംകൂർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവുകൾ സ്വീകരിച്ചു. എന്നാൽ രാജാക്കന്മാർക്കും ഉയർന്ന ജാതിക്കാർക്കും വേണ്ടിയുള്ള റോഡുകളിൽ യാത്ര ചെയ്യുന്നത് താഴ്ന്ന വിഭാഗങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വിവേചനത്തിനെതിരെ അയ്യങ്കാളി കാളവണ്ടി വാങ്ങി വെങ്ങാനൂരിൽ നിന്ന് കാളവണ്ടിയിൽ കയറി പൊതുവിട ഉപയോഗിക്കാനുള്ള ആശയത്തെ പ്രതിനിധീകരിക്കുന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമമായിട്ട് റോഡിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ യാത്ര ചെയ്യാനുള്ള അവകാശം, വ്യാപാരത്തിനുള്ള അവകാശം, ആത്മാഭിമാനം എന്നിവ ആത്യന്തികമായി സാമ്പത്തിക വികസനവും സാമൂഹിക നേട്ടങ്ങളും പ്രോത്സാഹിപ്പിക്കുമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അരൂപുറം സംഭവമാണ് അയ്യങ്കാളിയെ മേൽജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാരെയും വിവേചനം ചെയ്യുന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോൾ രാജാവും പണക്കാരും പൊതുവെ ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി എന്ന ആശയം വിവേചനത്തിനെതിരായ അയ്യങ്കാളിയുടെ പ്രതിഷേധത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇനി പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ 1879 മുതൽ 1939 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ശങ്കരമംഗലം എന്ന സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിൽ അടിമകളായി താമസിച്ചിരുന്ന പറയ കുടുംബത്തിൽ 1879 ഫെബ്രുവരി 17 പൊയ്കയിൽ അപ്പച്ചൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവനെ കുമാരൻ എന്ന പേര് വിളിച്ചു. പക്ഷേ അവൻ യോഹന്നാനായി വളർന്നു. വായിക്കാനും എഴുതാനും പഠിച്ചു. 1900 യോഹന്നാൻ ശങ്കരമംഗലം കുടുംബം ഉപേക്ഷിച്ചു. തൻ്റെ വേരുകൾ തേടി അവരെ പുതിയതായി സംഘടിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. 1907 അയ്യങ്കാളിയുടെ SABSൽ ചേരുകയും, അതായത് സാധുജന പരിപാലന സംഘത്തിൽ ചേരുകയും പുലയ പ്രസ്ഥാനങ്ങളായി അതിൽ സജീവമായിട്ട് ഇടപെടുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കാലത്ത് സമത്വത്തിൻ്റെ ലോകം നേടുന്നതിനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. 1907 അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. വിയോജിപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും സ്വന്തം മത കമ്മ്യൂണിന് അദ്ദേഹം തുടക്കമിട്ടു. പ്രൊട്ടസ്റ്റൻ്റ് ഹ്യൂമനിസത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത സമത്വത്തിൻ്റെ മൂല്യങ്ങളും അഭിനിവേശങ്ങളും വാദിച്ച അദ്ദേഹം അപ്പച്ചൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. 1921 31 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അദ്ദേഹം 1939 ജൂൺ 29 തൻ്റെ 61-ാം വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുമാരഗുരുദേവൻ എന്ന പേരിലാണ് ആദരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സാമുദായിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നോക്കാം. സാമൂഹിക മത പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ശേഷം
SNDP സ്ഥാപിതമായതോടുകൂടി പണ്ഡിറ്റ് കറുപ്പന്, വക്കം മൗലവി തുടങ്ങിയ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ കീഴിൽ ധാരാളം സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളർന്നിട്ടുണ്ട്. വാഗ്ബടാനന്ദൻ, നടരാജഗുരു തുടങ്ങിയ ചില നേതാക്കന്മാർ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പാരമ്പര്യം തുടർന്നു. സഹോദരൻ അയ്യപ്പനെ പോലുള്ള മറ്റുള്ളവർ യുക്തിസഹവും നിരീശ്വരവാദവും അടിസ്ഥാനമാക്കിയുള്ള കഠിനമായ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. വിവിധ സമൂഹങ്ങൾ തങ്ങൾക്കുള്ളിൽ തന്നെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി സ്വയം സംഘടനകളായിട്ട് മാറാൻ തുടങ്ങി. ജാതിക്കുമിയുടെ ഓരോ വരികളും സമൂഹത്തിൻ്റെ ജാതിബോധത്തിൻ്റെ ആ ഒരു കാഠിന്യത്തെ പ്രതിഫലിക്കുന്നതായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഈ ഒരു പാട്ടുകൾ വല്ലാതെ ആകർഷരാവുകയും അവരൊരു വിവിധ സന്ദർഭങ്ങളിൽ അവരത് പാടുകയും ചെയ്തു. ഈ മഹത്തായ കൃതിയുടെ രചയിതാവിനെ കാണാൻ ശ്രമിച്ച അവർ കറുപ്പനെ കണ്ടു. അത് കൊച്ചിയിൽ പുലയ മഹാസഭയുടെ രൂപീകരണത്തിന് കാരണമായി. 1930കളുടെ മധ്യത്തിൽ കൊച്ചിയിലെ താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് പ്രശസ്ത സാമൂഹിക പരിഷ്കർത്താവും സർവൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ഗോപാലകൃഷ്ണ ദേവ്ധരന് ഒരു റിപ്പോർട്ട് എഴുതാൻ കൊച്ചി സർക്കാർ കറുപ്പനോട് നിർദ്ദേശിച്ചു. ഈ റിപ്പോർട്ടിൻ്റെ മലയാളം പരിഭാഷ 1981 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച KP വള്ളോൻ സ്മാരകത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ കൊച്ചിയിലെ ദളിതരുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും അവർക്കിടയിൽ ഒരു സംഘടന രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനെക്കുറിച്ചും കറുപ്പൻ നൽകിയ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇത്. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് നോക്കാം. 1873 മുതൽ 1932 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മുസ്ലിം സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അനിസ്ലാമികമായ എല്ലാ ആചാരങ്ങളും ഉപേക്ഷിക്കാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ സജീവമായ പങ്കുവഹിക്കാനും അദ്ദേഹം മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അബ്ദുൽ ഖാദർ 1905 ജനുവരി 19 രാമകൃഷ്ണപിള്ള പത്രാധിപരായ സ്വദേശാഭിമാനി എന്ന ഒരു ചരിത്ര പത്രം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങളോട് സത്യം സംസാരിക്കാനും നിലനിൽക്കുന്ന എല്ലാ അനീതികളും തുറന്നു കാട്ടാനും അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ 1906 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും തൂത്തെറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്രം 1910 സെപ്റ്റംബർ 26 ബ്രിട്ടീഷുകാർ നിരോധിച്ചു. പ്രസ് കണ്ടുകിട്ടുകയും രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിക്കെതിരെയും കൂടിയായിരുന്നു അദ്ദേഹം ആ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നിരുന്നാലും അബ്ദുൽ ഖാദറിന് സാമൂഹിക പരിഷ്കരണ പ്രേമിയും സാംസ്കാരിക പ്രവർത്തകനുമായിട്ടാണ് അദ്ദേഹം ഇന്നും കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും തന്നെ ഇതൊന്നും തടസ്സമായിരുന്നില്ല. അബ്ദുൽ ഖാദർ മൗലവി അറബി, മലയാളം ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് മുസ്ലിം സമുദായത്തിൽ പൊതുവിദ്യാഭ്യാസവും സാമൂഹിക അവബോധവും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. 1918 അൽ ഇസ്ലാം, 1931 ദീപിക എന്നീ ആനുകാലികങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുഖ്യമായിട്ടും പ്രവർത്തിച്ചു. 1931 അദ്ദേഹം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം ഫലപ്രദമാക്കുകയും ചെയ്തിട്ടുണ്ട്. IPH സ്ഥാപിച്ചു. 1931 വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി സഹോദരൻ അയ്യപ്പൻ 1889 1968. 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായിയിലെ ഒരു ഈഴവ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. സഹോദര സംഘം എന്ന ഒരു സംഘടനയിലൂടെ അദ്ദേഹം തൻ്റെ ഈഴവ സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. 1917 ചെറായിയിൽ മിശ്രഭോജനം ഇൻ്റർകാസ്റ്റ് ഡൈനിങ് സംഘടിപ്പിച്ചു. യാഥാസ്ഥിക നായന്മാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വിവിധ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരുമായി 200ഓളം ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ചു. പ്രമുഖ ഈഴവ വീട്ടുകാരും ഈ പരിപാടിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുലയൻ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പരിഹാസരൂപേണ അദ്ദേഹത്തെ വിളിച്ചതാണ്. പക്ഷേ അത് തനിക്കൊരു ബഹുമതിയായിട്ടായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്.
ഇങ്ങനെയൊക്കെ ആയിരുന്നാലും സാമൂഹിക പരിഷ്കരണത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വീണ്ടും നിലനിന്നു. അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ എന്ന ഒരു ആനുകാലികം ആരംഭിച്ചു. അന്ധവിശ്വാസങ്ങളെയും തൊട്ടുകൂടായ്മയും പോലുള്ള സാമൂഹിക തിന്മകളെയും ചെറുക്കുന്ന സാമൂഹിക അവബോധം വളർത്തുന്നതിന് അനുയോജ്യമായ പുരോഗമനമായ ലേഖനങ്ങളും കവിതകളും അദ്ദേഹം രചിച്ചു. അങ്ങനെ 1928 അദ്ദേഹം സമൂഹത്തിൽ യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുക്തിവാദി എന്ന ഒരു മാസിക ആരംഭിച്ചിട്ടുണ്ട്. റൈസ് ഓഫ് കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ്. ആധുനികവൽക്കരണ മനോഭാവത്തിൻ്റെ ഉദയം കേരള സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും സമൂഹങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, മറ്റു സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു വർഗീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ സഹായകമായി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും നായർ സർവീസ് സൊസൈറ്റിയുമായിരുന്നു ഈ സംഘടനകളിലെ ഏറ്റവും പ്രധാനം. SNDP 1903 മെയ് 15 ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രചോദനത്താൽ നിലവിൽ വന്ന യോഗത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1904 അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം എവിടെ വെച്ച് നടന്നു? അരുവിപ്പുറത്ത് വെച്ച് നടന്നു. ഈ ആദ്യകാലങ്ങളിൽ അതിൻ്റെ ചലിക്കുന്ന സ്പിരിറ്റുകളിൽ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ഉണ്ടായിരുന്നു. അയ്യങ്കാളി ആരംഭിച്ച സാധുജന പരിപാലന സംഘം പിന്നീട് പുലയർ മഹാസഭ എന്ന ജാതി സംഘടനയായിട്ട് രൂപാന്തരപ്പെട്ടു. 1908 യോഗക്ഷേമ പ്രസ്ഥാനം നമ്പൂതിരിമാർ കേരളത്തിലെ സാമൂഹിക ശ്രേണിയിൽ അനിഷേധ്യമായ സ്ഥാനം നേടിയെങ്കിലും സാമൂഹിക മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയും പുരോഗമനമായ വിവാഹ നിയന്ത്രണങ്ങളുടെയും നമ്പൂതിരി സ്ത്രീകളുടെ വിമോചനത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്പൂതിരിയെ മനുഷ്യനാക്കൂ എന്നതായിരുന്നു അവരുടെ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. ജാതി ഹിന്ദു ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും ഏറ്റവും ജീർണതയുള്ളതുമായിരുന്നു. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാതൃതല കൂട്ടുകുടുംബ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനും ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നതിനും വേണ്ടി ഏകദേശം 1884 മലയാളി സഭ സ്ഥാപിതമായത്. നായർ സ്കൂൾ അധ്യാപകനും നടനും നാടകകൃത്തുമായിരുന്ന മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു. സമൂഹത്തെ മൊത്തത്തിൽ സേവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ച് നായന്മാരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം അച്യുത വാര്യർ തൻ്റെ കേരള സംസ്കാരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. നായർ സർവീസ് സൊസൈറ്റി വിവാഹവും അനന്തരാവകാശവും സംബന്ധിച്ച നിയമങ്ങളിലെ മാറ്റങ്ങൾ വരുത്തി. ഒരു നീണ്ട പ്രക്ഷോഭങ്ങൾക്ക് ശേഷം 1925 നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. അത് പഴയ സംയുക്ത വൈവാഹിക കുടുംബ സ്വത്തുക്കൾ തകർക്കാൻ അനുവദിക്കുകയും മരുമക്കൾക്ക് അവരുടെ അമ്മാവന്മാരുടെ സ്വത്തിൽ അവകാശം ഉന്നയിക്കാതിരിക്കുകയും ചെയ്തു. ഇത് ബഹുഭാര്യത്വവും നിയമവിരുദ്ധമാക്കി മാറ്റി. കൂടാതെ തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളും ഗണ്യമായി ഉറച്ചു നിന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി മഹത്തായ സാമൂഹിക മത പരിഷ്കർത്താവായിരുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ വിമോചനത്തിനായി സ്വയം സമർപ്പിച്ച അദ്ദേഹം 1920 മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചു. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നോക്ക വിഭാഗക്കാരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മൗലവി തൻ്റെ മുസ്ലിം സഹോദരങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാനും സമൂഹത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷനാണ്. തിരുവിതാംകൂറിലെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് LMSലെ ശ്രീ J. റോബർട്ട്സിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു കോളേജുകളിൽ ഒന്നായിട്ട് ഈ ഒരു സ്കൂൾ വളർന്നു വികസിച്ചു. ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. 1845 എറണാകുളത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ തുറന്നു. ഇന്ന് മഹാരാജ കോളേജ് എന്ന പേരിൽ അതറിയപ്പെടുന്നു. 1862 ബാസൽ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ M. ബ്രണ്ണൻ്റെ 12,000 രൂപ സംഭാവനയോടുകൂടി ആരംഭിച്ച തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത് ബ്രണ്ണൻ കോളേജായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. 1866 ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്ട് സ്ഥാപിച്ചു. മലബാറിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഈ ഒരു കോളേജ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസം ആലപ്പുഴയിൽ നോർട്ടനും കോട്ടയത്ത് ശ്രീമതി ബെയ്ലിയുമാണ് മുൻകൈയെടുത്തത്. ആൺകുട്ടികളുടെ സ്കൂളുകളിലെ താഴ്ന്ന ക്ലാസ്സുകളിൽ സഹവിദ്യാഭ്യാസം അനുവദിച്ചു. അപ്പോൾ ആൺകുട്ടികളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായി. ഇംഗ്ലീഷ് സ്കൂളുകളുടെ തുടക്കം പ്രാദേശിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെ ബാധിച്ചു. 1869 വെർണാക്കുലർ എഡ്യൂക്കേഷൻ്റെ ഒരു ഡയറക്ടറെ നിയമിക്കുകയും ക്രമേണ നിരവധി പ്രാദേശിക ഭാഷാ സ്കൂളുകൾ വർദ്ധിക്കുകയും ചെയ്തു. ഈ ഒരു കാലയളവിലാണ് ആർട്സ് കോളേജ്
ആരംഭിച്ചത്. ശ്രീ ടി മാധവറാവു സംസ്ഥാനത്തെ ഇംഗ്ലീഷ് പ്രാദേശിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 1858 മുതൽ 72 വരെയായിരുന്നു ശ്രീ മാധവറാവുവിൻ്റെ കാലഘട്ടം. എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 1872 437 ആയിരുന്നത് 12 വർഷം കൊണ്ട് 1375 ഉയർന്നു. 1818 CMS രാജകീയ രക്ഷാകർതൃത്വത്തോടെയും സർക്കാർ ഗ്രാൻഡോടും കൂടി കൊച്ചിയിലും ക്രാങ്കനൂരിലും മിഷണറി എലിമെൻ്ററി ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ചു. സാമുവൽ റിഡേൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. 1836 ട്രിച്ചൂരിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുകയും 1889 അത് ഹൈസ്കൂളായി മാറുകയും ചെയ്തു. സർക്കാരും സ്വകാര്യ ഏജൻസികളും കൊച്ചിയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വ്യാവസായിക പരിശീലനത്തിൽ സ്കൂളുകൾ നിലവിൽ വന്നു. മരപ്പണി, തുകൽ ജോലി, ഇലക്ട്രോപ്ലേറ്റിംഗ്, ബെൽ മെറ്റൽ വർക്ക്, കൊത്തുപണി, തയ്യൽ, ഫാൻസി വർക്കിംഗ്, ഡിസൈനിങ്, പെയിൻറ്റിംഗ്, പ്രാക്ടിക്കൽ, ജ്യാമിതി തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. സംസ്കൃത വിദ്യാലയങ്ങൾ, നവീകരണ വിദ്യാലയങ്ങൾ തുടങ്ങിയവ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു. ഇതിൽ മിഷണറീസിൻ്റെ പ്രാധാന്യം നോക്കാം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതിൽ മിഷണറീസിന് നല്ല പങ്കുണ്ട്. നാട്ടുരാജാക്കന്മാരാൽ സവർണരെ സംരക്ഷിക്കുന്ന തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണത്തിൻ്റെ കാര്യത്തിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രചോദകരെന്ന നിലയിൽ മിഷണറീസ് പ്രവർത്തിച്ചു. സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ജാതിപരമായ തടസ്സങ്ങളൊന്നും അവർ നോക്കിയിരുന്നില്ല. എങ്കിലും നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ, സവർണ മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ ജാതിക്കനുസരിച്ചായിരുന്നു അധികാരവും ഉണ്ടായിരുന്നത്. രാജ്യത്തിലെ വിവിധ സമുദായങ്ങൾ, പ്രത്യേകിച്ച് നായന്മാരും ക്രിസ്ത്യാനികളും സർക്കാർ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് യോഗ്യത നേടുന്നതിനായി താമസിയാതെ പാശ്ചാത്യ വിദ്യാഭ്യാസം അവർ നേടാൻ ശ്രമിച്ചു. അപ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും ലിബറൽ ആശയങ്ങളുടെയും വ്യാപനത്തിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണന്മാരുടെ പങ്ക് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് പ്രാദേശിക ഭരണാധികാരികളുടെ രക്ഷാകർതൃത്വത്തിൽ നിരവധി പ്രൊട്ടസ്റ്റൻ്റ് മിഷൻ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 1806 1816 ഇടയിൽ നാഗർകോവിലും അതുപോലെ തെക്കൻ തിരുവിതാംകൂറിലെ മറ്റു ചില കേന്ദ്രങ്ങളിലും WD റിംഗിൾടോപ്പ് എന്ന പ്രഷ്യൻ മിഷണറി സ്കൂളുകൾ സ്ഥാപിച്ചു. തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഏറ്റവും പ്രമുഖന് ലണ്ടൻ മിഷൻ സൊസൈറ്റി ആയിരുന്നു. 1817 മുതൽ 1873 കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ മുഴുവൻ ഊർജ്ജവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. CMS 1813 കോട്ടയത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ തങ്ങളുടെ വൈദികരുടെയും ശുശ്രൂഷകരുടെയും പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ച അന്നു മുതൽ മിഷൻ സജീവമായിരുന്നു. ഈ മിഷണറിമാർ 1821 കോട്ടയത്തിൽ ഒരു ഗ്രാമർ സ്കൂൾ സ്ഥാപിച്ചു. CMS കോട്ടയം, ബെയ്ലി, ബേക്കർ, ഫെൻ എന്നിവിടങ്ങളിൽ പയനിയറിംഗ് നടത്തിയ മിഷണറിമാർ പ്രത്യേക പരാമർശം അർഹിക്കുന്നവരാണ്. ആലപ്പിയിൽ പെൺകുട്ടികൾക്ക് വേണ്ട ഒരു സ്കൂൾ സ്ഥാപിച്ചു. CMS 1825 മുമ്പ് തന്നെ ഈ CMS മിഷനറിയുടെ ഒരു പ്രമുഖ പ്രവർത്തനമായിരുന്നു ഇത്. ബ്രിട്ടീഷ് മിഷണറി ജെ ഡോസൺ 1818 കൊച്ചി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മട്ടാഞ്ചേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുറന്നു. മലബാർ പ്രദേശത്തൊരു പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകുന്നതിൻ്റെ ബഹുമതി നമ്മൾ നൽകേണ്ടത് ബാസൽ ജർമ്മൻ ഇവാഞ്ചലിക്കൽ മിഷനാണ്. 1848 കല്ലായിൽ ഒരു പ്രൈമറി സ്കൂളും 1856 തലശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂളും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. മലബാറിലെ മിഷൻ, ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനവും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും സമൂലമായ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് മിഷനറിമാർ നൽകിയ പ്രാധാന്യം, അപ്പോൾ ഹിന്ദുക്കളുടെ നിരയിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്കുള്ള ഒരു വൻതോതിലുള്ള പരിവർത്തനവും ഹിന്ദു സാമൂഹിക സംഘടനയിലെ തിന്മകളെ ഉയർത്തിക്കാട്ടാനും ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മതപരവും സാമൂഹികവുമായ നവീകരണത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇതിനിടയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇതിനിടയിൽ ഫാക്ടറികൾ തുറന്നതും ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ആശയവിനിമയ മാർഗങ്ങൾ വർദ്ധിച്ചതും സാമൂഹിക ചലനാത്മകതയുടെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു. പരമ്പരാഗത കേരളത്തിലെ തിന്മകൾ ഇല്ലാതാക്കാനും ഈ ഒരു മാറ്റത്തിന് സാധിച്ചു. ഇനി എന്താണ് മാട്രിലീനിയൽ സിസ്റ്റം, അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് വിവാഹ സമ്പ്രദായങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്?
ഇപ്പോൾ സാമൂഹിക സാമ്പത്തിക പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയായിരുന്നു അനന്തരാവകാശ നിയമങ്ങളും വിവാഹ നിയമങ്ങളും. അപ്പോൾ നായർ, ഈഴവർ, നാഞ്ചിനാട് വെള്ളാളർ, മലബാറിലെ മാപ്പിളമാർ തുടങ്ങിയ നിരവധി ജാതിക്കാർ ഉൾപ്പെട്ടതാണ് കേരള സമൂഹം. അവർ മരുമക്കത്തായത്തിൻ്റെ പിന്തുടർച്ചാവകാശ സമ്പ്രദായം പിന്തുടർന്നവരായിരുന്നു. മരുമക്കത്തായത്ത് കുടുംബത്തിലെ കാരണവർ പ്രയോഗിച്ച സ്വച്ഛാധിപത്യമായുള്ള അധികാരങ്ങൾക്കെതിരെ യുവതലമുറ ശക്തമായിട്ട് കലാപം നടത്തി. അപ്പോൾ കാരണവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സമ്പത്തിനും സ്വത്തിനും നിയമപരമായ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ തറവാട് വസ്തുക്കളുടെ നടത്തിപ്പിൽ നിന്ന് കാരണവർ നേടിയ എല്ലാ നേട്ടങ്ങളും അവർ തങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു. വാസ്തവത്തിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ യോജിപ്പോടെ പ്രവർത്തിക്കാൻ ഈ ഒരു നയം പരാജയപ്പെടാനുണ്ടായത്. അപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഈ ഒരു സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. സമുദായത്തിലെ എല്ലാ പുരോഗമന വിഭാഗങ്ങളുടെയും പിന്തുണ ആ ഒരു പ്രസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനന്തരാവകാശ നിയമത്തിലെ മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ സർക്കാരിൻ്റെ ഗൗരവമായ ശ്രദ്ധയിൽപ്പെട്ടു. 1912 ആദ്യമായിട്ട് പാസ്സാക്കിയ നായർ നിയമം ഈ ഒരു വിഷയത്തിൻ്റെ ആദ്യത്തെ ഒരു സുപ്രധാന നിയമമായിരുന്നു. അങ്ങനെ നായർ തറവാടുകളെ വ്യക്തിഗതമായി വിഭജിക്കാതെ താവഴി വിഭജനം മാത്രം നൽകുന്നതുകൊണ്ട് അത് സമുദായത്തിലെ പുരോഗമന വിഭാഗങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകിയിരുന്നില്ല. മാത്രമല്ല, ഒരു പുരുഷൻ്റെ സ്വയം സമ്പാദിച്ച സ്വത്തിൻ്റെ പകുതി അവൻ്റെ മക്കൾക്കും മറ്റേ പകുതി അവൻ്റെ അനന്തരന്മാർക്കും അനുവദിച്ചു കൊടുത്തു. 1925 പാസ്സാക്കിയ രണ്ടാമത്തെ നായർ നിയമം വ്യക്തിഗതമായിട്ട് ഒരു വിഭജന വ്യവസ്ഥ കൊണ്ടുവന്നു. മാത്രമല്ല, മരുമക്കൾക്ക് അവരുടെ അമ്മാവന്മാരുടെ സ്വത്തുക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്തു. ഈ ഒരു നിയമം ബഹുഭാര്യത്വ നിയമവിരുദ്ധമാക്കി മാറ്റി. അങ്ങനെ നായർ നിയമത്തിന് ശേഷം ഈഴവ നിയമവും 1925 നാഞ്ചിനാട് വെള്ളാള നിയമവും 1926 പാരമ്പര്യ നിയമത്തിൽ നിന്ന് സമാനമായ മാറ്റം. ഈ ഒരു നിയമങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരികയും ബഹുഭാര്യത്വത്തിൻ്റെ കാര്യത്തിൽ നിയമപരമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരാവകാശം, പിന്തുടർച്ചാവകാശം, വിവാഹം മുതലായ സംബന്ധിച്ച പുരോഗമന നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ കൊച്ചി പ്രദേശം തിരുവിതാംകൂറിനേക്കാൾ പിന്നിലായിരുന്നില്ല. 1995 കൊച്ചി നായർ ചട്ടം കാരണവന്മാർക്കുമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കൂട്ടുകുടുംബങ്ങളുടെ പങ്കാളിത്തം സുഗമമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആചാരപരമായ വിവാഹം നിയമവിധേയമാക്കുകയും അതുപോലെ ഭാര്യയെയും മക്കളെയും ഭർത്താവിനോ പിതാവിനോ ജീവനാംശത്തിന് അർഹരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗുലേഷൻ ബഹുഭാര്യത്തെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. 1995 നായർ നിയന്ത്രണത്തെ അസാധുവാക്കിയ കൊച്ചിൻ നായർ നിയമം 1113 മരുമക്കത്തായത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് എത്തിച്ചു. ഒരു ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവൻ്റെ നിയമപരമായ അവകാശികളാണെന്നും അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വത്തുക്കൾ ലഭിക്കാൻ അവർ അർഹപ്പെട്ടവരാണെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിഗതമായ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ അംഗത്തിനും സ്വത്തുക്കളുടെ വിഹിതം അവകാശപ്പെടാമെന്ന് ഈ ഒരു നിയമം പറയുന്നുണ്ട്. 16 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെയോ 21 വയസ്സിന് താഴെയുള്ള പുരുഷൻ്റെയോ വിവാഹം അവിടെ നിഷിദ്ധമാക്കപ്പെട്ടു. മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മദ്രാസ് മരുമക്കത്തായം നിയമം 1933 കൊണ്ടുവന്നു. തറവാട് സ്വത്ത് വിഭജിക്കാൻ അനുവദിക്കുകയും പിതാവിൽ നിന്ന് മകനിലേക്കുള്ള അനന്തരാവകാശ നിയമവിധേയമാക്കുകയും ചെയ്തു. മാപ്പിള മരുമക്കത്തായ നിയമപ്രകാരം മരുമക്കത്തായം കുടുംബങ്ങളിലെ മുസ്ലിം അംഗങ്ങൾക്ക് അവരുടെ തറവാട് വിഭജിക്കാൻ അവകാശം നൽകുകയും അങ്ങനെ സമ്പാദിക്കാൻ വന്ന സ്വത്ത് പിന്നീട് ശരീഅത്ത് നിയമപ്രകാരം അത് ഭരിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ 1949 മദ്രാസ് ലെജിസ്ലേഷൻ 1937 കേന്ദ്ര നിയമസഭ പാസാക്കിയ ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ മദ്രാസ് സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളിലേക്കും വ്യാപിച്ചുകൊണ്ടുള്ള ഒരു നിയമം പാസാക്കി. അതിനുശേഷം അരുമക്കത്തായത്തെ പിന്തുടരുന്ന മലബാറിലെ മുസ്ലിങ്ങളും പിതൃസ്വത്തായി ഭാഗിച്ചു. മുസ്ലിങ്ങൾ എല്ലായിടത്തും പിന്തുടരുന്ന അനന്തരാവകാശ നിയമപ്രകാരം പിതൃസ്വത്താണ് വിഭജിക്കുന്നത്. അതായത് പിതൃസ്വത്ത് മക്കൾക്കെന്നുള്ള രീതിയിലാണ്, ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നു. അപ്പം മലബാറിലെ നമ്പൂതിരിമാരെ ഭരിക്കുന്ന അനന്തരാവകാശ നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന മദ്രാസ് നമ്പൂതിരി നിയമത്തെ 1933 ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കാം. അതായത് ഒരു ഇല്ലത്തിലെ ഓരോ അംഗത്തിനും ആണായാലും പെണ്ണായാലും കുടുംബത്തിൻ്റെ സ്വത്തിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജൂനിയർ നമ്പൂതിരിമാർക്കും നമ്പൂതിരി പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നു. അതുവഴി ഒരു ഇല്ലത്തിലെ എല്ലാ ജൂനിയർ അംഗങ്ങളുടെയും കുട്ടികൾ ഇല്ലത്തിൻ്റെ സ്വത്തിന് നിയമപരമായ അവകാശികളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അനന്തരാവകാശ സമ്പ്രദായം പരിഷ്കരിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമനിർമ്മാണ നടപടികളുടെ പരമ്പരയിലെ അവസാനത്തേതാണ് കേരള നിയമനിർമ്മാണ സഭ പാസാക്കിയ കേരള സംയുക്ത ഹിന്ദു കുടുംബ വ്യവസ്ഥ.
എന്നുള്ളത് 1975. ഇത് മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ശിഥിലീകരണം ഉറപ്പാക്കുകയും ലോകമെമ്പാടുമുള്ള പുരോഗമന സമൂഹങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള മക്കത്തായ സമ്പ്രദായം തുടക്കമിടുകയും അതിൻ്റെ സ്ഥാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. നെക്സ്റ്റ് മൊഡ്യൂളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.